നമസ്കാരം, ഞാൻ ജസ്റ്റിൻ ജോസഫ്, നിങ്ങളുടെ മാർക്കോണ്. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ട്, സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോൾ അതാണ്. നമ്മുടെ യുവതലമുറയിലെ ഒരു അത്യാവശ്യമായി വരുന്ന നസ്ലീം എന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു പുതിയൊരു ആക്ടർ, ചെറിയൊരാട്ട് സ്റ്റാറായി വരുവാണ്. അപ്പം ആ നസ്ലീം ഇങ്ങനെ നടന്നു വരുന്ന ചെറിയൊരു ക്രൗഡിനടക്കം നടന്നു വരുമ്പം ഒന്ന് രണ്ട് പേരെടുത്ത് സെൽഫി എടുക്കാൻ നിന്ന് കൊടുത്ത് വേറൊരു ചെറുക്കൻ അവന് ഇഷ്ടം കൊണ്ട് അവൻ തോളത്ത് കൈയിട്ട് സെൽഫി എടുത്തു. അത് നസ്ലീം ഇഷ്ടപ്പെട്ടില്ല. നസ്ലീം കൈ തട്ടി മാറ്റിയിട്ട് എന്തോ പറഞ്ഞിട്ടങ്ങ് ദേഷ്യപ്പെട്ടു പോയി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്തിനാണ് നസ്ലീം ഇത്ര ജാട? 14 വയസ്സിലേ ഉള്ളൂ, വന്നല്ലേ ഉള്ളൂ. ഒരു പ്രേമലോ ഒരു പടം ഹിറ്റായെന്നും പറഞ്ഞ് ഒരു സ്റ്റാറൊന്നും ആകത്തില്ല, ഒരു മമ്മൂക്ക ലാലോട്ടൊന്നും ആകത്തില്ല. നിങ്ങൾ ഈ പറഞ്ഞ ജനങ്ങൾ തന്നെ വിചാരിക്കണം നിങ്ങൾ സ്റ്റാർ ആണെങ്കിൽ നിങ്ങൾക്കൊരു പടം ഹിറ്റാവണമെങ്കിൽ. അതാദ്യം മനസ്സിലാക്കുക. ആ ചെറുക്കനൊന്ന് ചെറുപ്പക്കാരൻ, നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരൻ്റെ ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് തോളത്തുനിന്ന് കൈയിട്ടും കൊണ്ട് ഒന്നും പറ്റാമെന്നും പോകുന്നില്ലല്ലോ. അത് ഇന്ന് കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ എല്ലാവരും മുന്നിൽ പബ്ലിക്കായിട്ട് കാണിക്കരുത്. അത് മോശമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ വന്ന് ഒരു സെൽഫി എടുക്കാൻ വരുമ്പോൾ കൈ തട്ടി വരുമ്പോൾ ദേഷ്യപ്പെട്ട് പോകേണ്ട കാര്യമില്ല. നിങ്ങൾ അത്യാവശ്യം ആൾക്കാരെ അറിയുന്നുണ്ടല്ലേ പുള്ളി സെൽഫി എടുക്കാൻ വന്നത്, അല്ലാത്തവരാണ് അവർ സെൽഫി എടുക്കാൻ വരേണ്ട കാര്യമില്ല. അപ്പോൾ ഈ പറഞ്ഞൊരു സെൽഫി എടുക്കാൻ വന്നില്ലെങ്കിലോ അല്ലെങ്കിൽ മീഡിയക്കാർ വന്നില്ലെങ്കിലോ നിങ്ങൾ ആരും തിരിച്ചറിയുമോ? അപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം വിഷം വരും. ഇപ്പം നിങ്ങൾ ജാട കാണിക്കുക, നാളെ നിങ്ങൾക്ക് ഒരു പടമൊന്നും ഇല്ല, വീട്ടിൽ ചുമ്മാ ചൊറിയും കുത്തിയിരിക്കുമ്പോൾ മീഡിയക്കാർ വിളിക്കുന്നില്ല, സെൽഫി എടുക്കാൻ ആരും വരുന്നില്ല, ആ റോഡിൽ കൂടെ പറയുമ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സ്വഭാവമായിട്ട് മനുഷ്യനാണ്, നിങ്ങൾക്ക് സ്വഭാവമായിട്ട് ഒരു സങ്കടം വരും. ഇപ്പം നിങ്ങൾക്ക് അഹങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ 10 പേർ കാണുന്നുണ്ടല്ലോ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എന്നെ സെൽഫി എടുക്കാൻ വരുന്നുണ്ടല്ലോ, അപ്പോൾ അവരുടെ മുന്നിൽ ജാട കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, നസ്ലീമേ, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ജാട കാണിക്കരുത്. നസ്ലീമിനോട് മാത്രമായിട്ടല്ല, ഇപ്പോൾ വരുന്ന എല്ലാ നടന്മാരും നടിമാരോടും എനിക്ക് പറയാനുള്ളത്. ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു ക്യാരക്ടർ വേഷം ഡബ് ചെയ്തിട്ടില്ല, ടോമിനാണ് അന്വേഷിപ്പിക്കാൻ കണ്ടെത്തുന്ന മൂവി. അപ്പോൾ ഞാൻ എല്ലാ നടന്മാരോടും അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് ചിരഞ്ജീവിയുടെ വരെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ മലയാളത്തിൽ എല്ലാ നടന്മാരോടും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്വഭാവം ഏകദേശം എനിക്കറിയാം. കംപ്ലീറ്റ് ഒന്നും അറിയത്തില്ല, നമ്മൾ നേരിട്ട് കാണുന്നില്ല, എത്ര ദിവസമൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു പടത്തിനൊക്കെ. അതുകൊണ്ട് നമുക്കറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, നസ്ലീം ഇത് കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. നമ്മളെ വളർത്തുന്നത്, അതായത് ഞാനൊരു നടനാണ് നടക്കുന്ന ആളാണ്, നമ്മൾ നടന്മാരെ വളർത്തുന്നത് ജനങ്ങളാണ്. ജനങ്ങളില്ലെങ്കിൽ നടന്മാരില്ല. കാരണം ജനങ്ങളുടെ 150-200 രൂപ ടിക്കറ്റ് ചാർജ് കൊണ്ടാണ് നിങ്ങളുടെ പടം കാണാൻ വരുന്നത്. ആ ഒരു ടിക്കറ്റ് ചാർജ് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രൊഡ്യൂസർ പൈസ തരുന്നത്. അതായത് ജനങ്ങളുടെ പൈസയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ ജനങ്ങളെ നിങ്ങൾ വെറുപ്പിക്കേണ്ട കാര്യമില്ല. അതാദ്യം മനസ്സിലാക്കുക. ജനങ്ങൾ ഒരിക്കലും വെറുപ്പിക്കരുത്. അറിയാൻ വരെ പറഞ്ഞുതരാം. ഇരിക്കുന്ന മുമ്പ് കാലം ഇട്ടരുത്. നിങ്ങൾക്കറിയോ, ദുൽഖർ സൽമാൻ, വിജയ്, സൂര്യ, ഷാരൂഖ് ഖാൻ, വിക്രം, ഇവരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടോന്നല്ലോ ചോദിച്ചാൽ, ഇവരൊക്കെ പരിപാടി ഫംഗ്ഷന് പോകുമ്പോൾ ഇവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ജാടയില്ല, ഒരു അഹങ്കാരമില്ലാത്ത മനുഷ്യരാണ്. അവരെയൊക്കെ കണ്ട് പഠിക്കുക. ഏറ്റവും കൂടുതൽ ജാട അഹങ്കാരം കാണിക്കേണ്ട മനുഷ്യർ ഈ ഒത്തിരി പേരുണ്ട്. ഈ വിരലെണ്ണാന്ന് വേറെ ഞാൻ പറഞ്ഞോളൂ. അവർക്കൊക്കെ അങ്ങ് ഉച്ചി അഹങ്കാരം കാണിക്കാം, ആകാശം മുട്ട അഹങ്കാരം കാണിക്കാം. അവർക്കൊക്കെ ഒരു അഹങ്കാരം ഇല്ല. എന്തൊരു എളിമയാണ്. എനിക്ക് നേരിട്ടുള്ള അനുഭവം വെച്ച് ഞാൻ ഒരെണ്ണം പറയാം. ദുൽഖർ സൽമാൻ എന്ന നടൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനാണ്. പക്ഷെ ഫാനായിട്ട് പറയുന്നില്ല, നമ്മൾ നല്ലതെന്ന് പറയണല്ലോ. ഞാൻ കിങ് ഓഫ് കൊത്തയുടെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഒരുപാട് ദിവസം ആ ഫുട്ബോളിൽ സീനും കലാകാര സീനും പാട്ട് സീനൊക്കെ ഒരുപാട് നൈറ്റ് ഷൂട്ട് ചെയ്ത പടമാണ്. അദ്ദേഹം എല്ലാ ദിവസവും നൈറ്റ് ഷൂട്ടിന് ശരിക്കും കഷ്ടപ്പെട്ട ആളാണ്. 4 ദിവസം നൈറ്റ് ഷൂട്ടും 1 ദിവസം ഡേ ഷൂട്ടും കഴിഞ്ഞുള്ള പടമാണ്, പാട്ട് സീനാണ് കലാകാര. ആ ഡേ ഷൂട്ട് കഴിഞ്ഞപ്പം ഞങ്ങൾ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് 10-20 പേരെ. ആ 10-20 പേരുടെ സീൻ ദുൽഖർ സൽമാൻ എന്ന ആയുള്ളൊരു പാട്ട് സീൻ. ആ പാട്ട് സീന് കുറച്ച് സീനാണ്. ആ 10-11 മണിയായപ്പോൾ ആ പരിപാടി കഴിഞ്ഞ്. അത് കഴിഞ്ഞ ഉടനെ ദുൽഖർ സൽമാൻ അങ്ങോട്ട് നടന്നു പോകുമ്പം ഞാൻ DQ എന്ന് വിളിച്ചു. ഉടനെ തിരിച്ച് വിളി കേട്ട് ഞാൻ ചോദിച്ചു, എനിക്കൊരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞു. അതിനെന്നെ വന്ന് എടുത്തോളാൻ പറഞ്ഞു. എന്തൊരു എളിമയാണ് മനുഷ്യൻ. അതാണ് നടൻ. അഹങ്കരിക്കാൻ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. പാൻ ഇന്ത്യ സ്റ്റാറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നടനാണ്, എല്ലാവർക്കും അറിയാവുന്ന നടനാണ്, ഏറ്റവും കൂടുതൽ അഹങ്കരിക്കേണ്ട ഒരു വ്യക്തിയാണ്, ഒന്നിനും കുറവില്ലാത്തൊരു വ്യക്തി. അദ്ദേഹത്തിന് ഒരു തുള്ളി പോലും അഹങ്കാരമില്ല, ഒരു ജാടയില്ല. നേരിട്ട് കണ്ട് അനുഭവിച്ച കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിനോട് പറയാമെന്ന്, പഴയ കാലഘട്ടമാണ് പടം, ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, കോസ്റ്റ്യൂമിലാണ് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്, എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാം. പക്ഷെ അദ്ദേഹം ഒഴിവാക്കിയില്ലല്ലോ. പക്ഷെ ഞാനത് പറയട്ടെ, മലയാളത്തിലെ വേറെ ഏത് നടനാലും ഉണ്ടല്ലോ അവിടെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല. അതെനിക്കറിയാം. ഞാനങ്ങനെ എല്ലാവരും സെൽഫി എടുക്കാനൊന്നും പോകത്തില്ല. പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, നമ്മൾ വർക്കിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം സമ്മതിച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എളിമ. അദ്ദേഹത്തിന് വേണേൽ ക്യാൻസൽ ചെയ്യാറുണ്ട്, വേണ്ടെന്ന് വെച്ച് ക്യാൻസൽ ചെയ്യാം. നമുക്ക് ആർക്കും ഒരു കലിപ്പും വരത്തില്ല, നമ്മൾ മനസ്സിലാക്കും ക്ഷീണം കാണാൻ. പക്ഷെ അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അതാണ് എളിമ. നസ്ലീമെ ഇപ്പോഴത്തെ തലമുറ എല്ലാ നടിമാരും കേൾക്കാൻ വേണ്ടി പറഞ്ഞത്, ഇതാണ് എളിമ. ഇതൊക്കെ കണ്ട് പഠിക്കണം.
അഹങ്കാരിക്കാണ് ഏറ്റവും കൂടുതൽ അഹങ്കരിക്കേണ്ട വ്യക്തിയാണ് പ്രണവ് മോഹൻലാലും ദുൽഖറും. പക്ഷെ അവർക്കൊന്നും അഹങ്കാരം എന്ന സാധനമില്ല. ഇവരെ കണ്ട് പഠിക്കണം. ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരാളാണ്. വേറെ വല്ല നടന്മാരാണ് പറയും, പഴയ കാലഘട്ടം ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, ഞാൻ ക്ഷീണിച്ചിരിക്കുക, പിന്നെ കോസ്റ്റ്യൂമിലാണ് അതൊക്കെ പറഞ്ഞ് ഒഴിവാക്കും. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഓരോ അനുഭവങ്ങൾ. അദ്ദേഹം സമ്മതിച്ചില്ലേ? അത് കണ്ട് പഠിക്കേ. അല്ല ഒരു പടം കൊണ്ട് ഹിറ്റായെന്ന് പറഞ്ഞാൽ ഞാനാണ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ, ഞാനാണ് മമ്മൂക്ക ലാലേട്ടനും, ഞാനാണ് ഇവിടുത്തെ ദുൽഖർ സൽമാൻ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ തോന്നല. ഈ ജനങ്ങളുണ്ടെങ്കിൽ നിങ്ങളുള്ളൂ. ജനങ്ങളുടെ പൈസ കൊണ്ടാണ് നിങ്ങൾ വളരുന്നത്. നിങ്ങളപ്പോൾ ജനങ്ങളോട് ഇച്ചിരിയെങ്കിലും ദയ കാണിക്കണം. യൂസുഫ് അലിക്ക അദ്ദേഹത്തെ തോളത്ത് കൈയിട്ടെടുത്ത് ഫോട്ടോ എടുത്തപ്പം യൂസുഫ് അലിക്ക ചിരിച്ചുകൊണ്ട് നിന്ന്. അദ്ദേഹത്തിന് മനസ്സിൽ ചിലപ്പോൾ കരുപ്പൊക്കെ കാണുമായിരിക്കും, പക്ഷെ പുറത്ത് കാണിച്ചില്ല. ചിരിച്ചുകൊണ്ട് ഇന്ന് ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുത്ത് സെക്യൂരിറ്റി ഓടി വന്ന് പിടിച്ചു മാറ്റി. യൂസുഫ് അലിക്ക പിടിച്ചു മാറ്റണമെന്ന് പറഞ്ഞു, ഫോട്ടോ എടുത്താൽ പറഞ്ഞു. സച്ചിൻ ടെണ്ടുൽക്കർ എന്തൊരു എളിമയാണ്. ഏറ്റവും വലിയ ലെജൻസാണ്, ക്രിക്കറ്റിൻ്റെ ദൈവമാണ്. അദ്ദേഹത്തിന് അഹങ്കാരം എന്ന സാധനമില്ല. ഇതൊക്കെ കണ്ട് പഠിക്കും മക്കളെ. അല്ല ഒരു പടം കൊണ്ട് ഹിറ്റാറിനെ ഒരു തോളത്ത് കൈയിട്ടിടുന്ന പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ കണ്ട് പഠിക്കണം. അഹങ്കാരം പാടില്ല. ഈ വലിയ വലിയ നടന്മാരെ കണ്ട് പഠിക്കുക. അവർക്കൊക്കെ അഹങ്കാരം എന്ന സാധനമില്ല. അവർക്ക് എളിമ കണ്ട് പഠിക്കും.